കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റായ ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ പ്രതിനിധിയെ മത്സരിപ്പിക്കുമെന്ന് ഒരു വിഭാഗം വ്യാപാരികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മെയ് 24 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ മായ റെസ്റ്റോറന്റ് ഉടമ മനോജ് കുമാർ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകും. കഴിഞ്ഞ 32 വർഷമായി പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന NB തോമസിന്റെ ദുർഭരണത്തിനും ഏകാധിപത്യത്തിനെതിരെയുമാണ് തങ്ങൾ മത്സരരംഗത്തുള്ളതെന്ന് വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞ 32 വർഷക്കാലമായി ഏറ്റുമാനൂരിലെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഏറ്റുമാനൂർ യൂണിറ്റ് NB തോമസ് എന്നയാളുടെ അധികാരപരിധിയിൽ ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി പ്രവർത്തിച്ചു പോവുകയാണ്. അപ്പോൾ അതിനെ ആ ഏകാധിപത്യം അവസാനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏറ്റുമാനൂരിലെ ഒരുപറ്റം വ്യാപാരികൾ ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ എതിരെ നേരിടുക എന്നുള്ള ഒരു വിഷയം. അദ്ദേഹം കഴിഞ്ഞ 32 വർഷക്കാലമായി ഈ ഏകോപന സമിതി യൂണിറ്റ് കൂടാതെ ഇവിടെ വ്യാപാര ഭവൻ ട്രസ്റ്റ്, വർത്തക ഹോസ്പിറ്റാലിറ്റി വെഞ്ചേഴ്സ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനി എന്നിങ്ങനെ 3 വിഭാഗങ്ങളെ തിരിച്ച് ഒരു 3 ടയർ സംവിധാനത്തിലാണ് ഈ കണക്കുകളെല്ലാം കൊണ്ടുപോകുന്നത്. അതിൽ കമ്പനിയിൽ ഒരു 2009 ഈ കമ്പനി രൂപീകരിച്ചത്. ആ വർഷം അംഗങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം 25,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നമ്മുടെ ഓരോ വ്യാപാരിയുടെ കയ്യിൽ നിന്നും പണമായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഷെയർ നൽകാമെന്ന് പറഞ്ഞാണ് വാങ്ങിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഒരു ഷെയർ മാത്രം 1000 രൂപ വരെയാണ് ഒരു ഷെയറിന്റെ വില. അപ്പോൾ 2 ലക്ഷം രൂപ വാങ്ങിയപ്പോൾ ഒരേ ഒരു ഷെയർ മാത്രമാണ് നൽകിയിരിക്കുന്നത്. 50,000 രൂപ കൊടുത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു ഷെയറെ നൽകിയിട്ടുള്ളൂ. ഈ ഷെയർ വിതരണത്തിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് വ്യാപാരികൾ. എന്നാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ബന്ധുവായ ഒരാൾക്കും മുഴുവൻ തുകയുടെ ഷെയറുകളും അവർ എഴുതിയെടുത്തിട്ടുമുണ്ട്. ഈ ഷെയറിൽ വഞ്ചിക്കപ്പെട്ടതിനാൽ ഞങ്ങൾ SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്, DGP നൽകിയിട്ടുണ്ട്, പരാതികൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിഭാഗമായിട്ട് കമ്പനി നാളിതുവരെ ഒരു മീറ്റിംഗ് കൂടുകയോ, കമ്പനിക്ക് ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഇല്ല, മിനിറ്റ്സ് ബുക്ക് ഇല്ല, ഷെയർ ഹോൾഡേഴ്സിന് വാർഷിക റിപ്പോർട്ട് നൽകുന്നില്ല. ഇന്നേ വരെ ഒരു ഷെയർ കൊടുത്ത ആളുകൾക്ക് പോലും ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് പോലും ഇഷ്യൂ ചെയ്തിട്ടില്ല. വ്യാപാര ഭവനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വർദ്ധക ഹോസ്പിറ്റാലിറ്റി വെഞ്ചേഴ്സ് പബ്ലിക് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും വ്യാപാരികൾ പറഞ്ഞു. 25,000 മുതൽ 2 ലക്ഷം രൂപ വരെ ഷെയറിനെ വാങ്ങിയിട്ടും പലർക്കും 1000 രൂപയുടെ ഷെയർ മാത്രമാണ് നൽകിയതെന്നും ഇവർ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിംഗുമായി ബന്ധപ്പെട്ട് വ്യാപാര ഭവൻ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോ തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മനോജ് കുമാർ, സജി ഗർവാസിസ്, അച്ചൻകുഞ്ഞ് കുരുവിള, ജോസഫ് സെബാസ്റ്റ്യൻ, ശ്രീജിത്ത് നെല്ലിശ്ശേരി, PH ഇക്ബാൽ, ബിനു മുണ്ടമറ്റം, KS രഘുനാഥൻ നായർ എന്നിവർ പങ്കെടുത്തു.